ഇപ്പോഴിതാ സോഫിയയുടെ ഖബർ അടക്കി കഴിഞ്ഞിരിക്കുന്നു. മൈലാഞ്ചി ചെടികൾ അവിടെ പതിച്ചിരിക്കുകയാണ്. ജെയിനസ് രാജു തുടരുന്നുണ്ട്. ജെയിൻ പറയൂ. വരിക്കാനി ജുമാ മസ്ജിദ് പള്ളിയിലെ ഖബർസ്ഥാനിലാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ നിരവധി പേരാണ് ഇവിടെ എത്തി അന്തിമോപചാരം അർപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നേരത്തെ ചേന്നാപ്പാറ താഹ ജുമാ മസ്ജിദ് പള്ളിയുടെ മുറ്റത്തും പൊതുദർശനം ഉണ്ടായിരുന്നു. അവിടെയും നിരവധി ആളുകൾ എത്തിയിരുന്നു. കൂടെ മറ്റ് ജോലികൾ ചെയ്തിരുന്ന തൊഴിലുറപ്പ് ജോലിക്കടക്കം ഉണ്ടായിരുന്ന ആളുകൾ, നാട്ടുകാർ, ആ പ്രദേശത്തുള്ള ആളുകൾ, സ്കൂൾ വിദ്യാർത്ഥികളടക്കം നിരവധി പേരാണ് അങ്ങോട്ടേക്ക് എത്തി അന്തിമോപചാരം അർപ്പിക്കുന്നത്. അതിനുശേഷമാണ് അല്പസമയം മുമ്പ് മുണ്ടക്കയത്തിന് സമീപത്തുള്ള വരിക്കാനി ജുമാ മസ്ജിദ് ഖബർസ്ഥാനിലേക്ക് മൃതദേഹം എത്തിച്ചത്. ഇവിടെ വൈകിട്ട് നമസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഇപ്പോൾ ഈ ഖബർസ്ഥാനിലേക്ക് എത്തിച്ചിരിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ അതിദാരുണമായിട്ടുള്ള ഒരു സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്. ഇന്നലെ വൈകിട്ട് 5:45 കൂടിയാണ് വീടിന് സമീപത്ത് വെച്ച് സോഫിയ കാട്ടാനയുടെ ആക്രമണത്തിന് ഇരയാകുന്നത്. സമീപത്തെ ഒരു നീരുറവിൽ നിന്നാണ് കുടിവെള്ളവും അതോടൊപ്പം തന്നെ കുളിക്കുന്നതിനുമായി ഒക്കെ എത്തിയിരുന്നത്. അതിന് സമീപത്ത് വെച്ചാണ് ഈ കാട്ടാന ആക്രമണം ഉണ്ടാകുന്നത്. ഇന്നലെ പകൽ സമയത്ത് അവിടെ കാട്ടാന ഉണ്ട് എന്ന് അവിടെ താമസിക്കുന്നവർ മനസ്സിലാക്കിയതാണ്. അതനുസരിച്ച് വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ അവിടെ വിവരം അറിയിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. രാവിലെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അവിടെ സംഭവ സ്ഥലത്ത് എത്തിയിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ വൈകുന്നേരം അവർ മടങ്ങിപ്പോയതിന് പിന്നാലെയാണ് ഈ കാട്ടാന ജനവാസ മേഖലയ്ക്ക് സമീപത്തേക്ക് എത്തുന്നതും ഇത്തരത്തിൽ ഒരു മനുഷ്യജീവൻ ആക്രമിച്ച് കൊലപ്പെടുത്തുന്ന സ്ഥിതി ഉണ്ടാവുകയും ചെയ്തത്. അവിടെ ആ പ്രദേശത്ത് 3 കുടുംബങ്ങൾ മാത്രമാണ് ഇപ്പോൾ ഉള്ളത്. നേരത്തെ അത് 30ഓളം കുടുംബങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. എല്ലാവരും കാട്ടാന ഭീതിയൊക്കെ ഭയന്ന് മറ്റ് സ്ഥലങ്ങളിലേക്ക് താമസം മാറി പോവുകയായിരുന്നു. ഇപ്പോൾ അവശേഷിക്കുന്നത് 3 കുടുംബങ്ങൾ മാത്രമാണ്. അതിലൊന്ന് സോഫിയയുടെ കുടുംബമാണ്. അവരവിടെ കൃഷിയും അതോടൊപ്പം തന്നെ കന്നുകാലി, ആട് വളർത്തി ഒക്കെയാണ് ഉപജീവനം കഴിച്ചിരുന്നത്. അതൊരൊറ്റപ്പെട്ട സ്ഥലമാണ്. അങ്ങോട്ടേക്ക് ചെന്നെത്തണമെങ്കിൽ പോലും 2-3 കിലോമീറ്റർ കാൽനടയായി യാത്ര ചെയ്താൽ മാത്രമാണ് ഈ ഇവരുടെ വീടിന്റെ സമീപത്തേക്ക് എത്താൻ കഴിയും. അത്രത്തോളം ദുർഘടമായിട്ടുള്ള ഒരു സ്ഥലത്താണ് അവർ താമസിച്ചിരുന്നത്. ഇന്നലെ വൈകിട്ട് 5:45 ഈ ആക്രമണം ഉണ്ടായത്. അമ്മയെ കാണാതെ മകൻ തിരിഞ്ഞെത്തുമ്പോഴാണ് വേദനയേറ്റ സോഫിയയുടെ ശരീരം കാണുന്നത്. അതിനുശേഷം നാട്ടുകാർ വിവരമറിഞ്ഞ് അവിടെ എത്തുകയും വലിയ പ്രതിഷേധം അവിടെ അരങ്ങേറുകയും ചെയ്തു. ഇന്ന് പുലർച്ചെ ഏതാണ്ട് 4 മണിയോടുകൂടിയാണ് ഈ പ്രതിഷേധങ്ങൾ അവസാനിപ്പിച്ചത്. ജില്ലാ കളക്ടർ സംഭവ സ്ഥലത്ത് നേരിട്ടെത്തുകയും പ്രദേശവാസികൾ ആവശ്യപ്പെട്ട അല്ലെങ്കിൽ മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾ അംഗീകരിച്ച് ഉറപ്പ് നൽകുകയും ചെയ്തതിന് ശേഷം മാത്രമാണ് മൃതദേഹം അവിടെ നിന്ന് നീക്കാൻ അനുവദിച്ചത്. പ്രധാനമായും 3 ആവശ്യങ്ങളാണ് പ്രദേശവാസികൾ മുന്നോട്ട് വെച്ചത്. അതിലൊന്ന് ഈ കുടുംബത്തിന് മതിയായ നഷ്ടപരിഹാരം നൽകുക എന്നുള്ളതാണ്. രണ്ടാമത്തേത് സോഫിയയുടെ മകൾക്ക് ഒരു ജോലി നൽകണം എന്നുള്ളതാണ്. മൂന്നാമത്തേത് ആ പ്രദേശത്ത് കാട്ടാന ഭീതിയിൽ കഴിയുന്ന 3 കുടുംബങ്ങളുണ്ട്. ആ കുടുംബങ്ങളെ മാറ്റി പാർപ്പിക്കുകയോ അവരെ പുനരധിവസിപ്പിക്കുകയോ ചെയ്യണം എന്ന ആവശ്യമാണ് മൂന്നാമതായി വെച്ചത്. ഈ 3 ആവശ്യങ്ങളും ജില്ലാ കളക്ടർ അംഗീകരിച്ചിട്ടുണ്ട്. അതിന്റെ ഭാഗമായി ഇന്നിപ്പോൾ നഷ്ടപരിഹാര തുകയുടെ ആദ്യ ഗഡുവായിട്ടുള്ള 5 ലക്ഷം രൂപ ഈ കുടുംബത്തിന് കൈമാറിയിട്ടുണ്ട്. ഈ കുടുംബത്തിൽ 4 അംഗങ്ങളാണുള്ളത്. ആ 4 അംഗങ്ങളിൽ ഓരോരുത്തരുടെയും പേരിൽ 1.25 ലക്ഷം രൂപ വീതമാണ് 12.25 കൂടി വനം വകുപ്പ് നിക്ഷേപിച്ചിരിക്കുന്നത്. ഇതിന് പുറമെ സോഫിയയുടെ മകൾക്ക് ജോലി നൽകുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ കോട്ടയം DFO റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട്. ജില്ലാ കളക്ടർക്കാണ് ഇത് സംബന്ധിച്ച റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. ഈ റിപ്പോർട്ട് ജില്ലാ കളക്ടർ സർക്കാരിലേക്ക് കൈമാറും. സർക്കാരാണ് ഈ ജോലി നൽകുന്ന കാര്യത്തിൽ തീരുമാനം എടുക്കേണ്ടത്. കേൾവിശക്തിയും സംസാരശേഷിയും ഇല്ലാത്ത ഒരാളാണ് ഈ സോഫിയയുടെ മകൾ ആമിന എന്ന് പറയുന്നത്. അപ്പൊ അവർക്ക് തീർച്ചയായിട്ടും ഒരു ജോലി വേണം എന്നുള്ളതാണ് കുടുംബത്തിന്റെ ഒരു ആവശ്യം. 2ാം ഗഡു, അതായത് നഷ്ടപരിഹാരത്തിന്റെ 2ാം ഗഡു അടുത്ത ഘട്ടം എന്ന നിലയിൽ ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ പാലിച്ച് കൈമാറും എന്നുള്ളതാണ് DFO അറിയിച്ചിരിക്കുന്നത്. ഇതിനു പുറമെ ഈ പ്രദേശത്ത് സോളാർ ഫെൻസിംഗ് സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട നടപടികൾ കൂടി വനംവകുപ്പ് ആരംഭിച്ചിട്ടുണ്ട്. ചേന്നാപ്പാറ മുതൽ
മതമ്പ വരെയുള്ള 14 കിലോമീറ്ററിൽ സോളാർ ഫെൻസിംഗ് സ്ഥാപിക്കും എന്നുള്ളതാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. നാളെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട നടപടികൾ ആരംഭിക്കും, അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ജോലികൾ ആരംഭിക്കും എന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത്. നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട കരാർ നൽകിയതാണ് എന്നാണ് വനംവകുപ്പിന്റെ വിശദീകരണം. അതനുസരിച്ച് നാളെ തൊട്ട് നിർമ്മാണ പ്രവർത്തികൾ ആരംഭിക്കും എന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത്. ഇപ്പോൾ എന്തായാലും സംസ്കാര ചടങ്ങുകൾ അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ശരി, സംസ്കാര ചടങ്ങുകൾ അവസാന ഘട്ടത്തിലേക്ക് എത്തുന്നു. ഒരു നാടിന്റെ ആകെ തീരാ നോവായി മാറുകയാണ് സോഫിയ. ഒരിക്കൽ ആനയുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ടതാണ്. പക്ഷേ ഇന്നലെ വൈകിട്ടോടെ വീണ്ടും ആനയുടെ മുൻപിൽപ്പെടുകയും ആന ജീവനെടുക്കുകയുമായിരുന്നു. നാടൊന്നാകെ വലിയ പ്രതിഷേധത്തിൽ ജനരോഷം ആളിക്കത്തുന്ന കാഴ്ചയും നമ്മൾ പെരുവന്താനത്ത് കണ്ടു.